ജനുവരി 20 വിശുദ്ധ സെബസ്ത്യാനോസ്. ഇറ്റലിയിലെ നർബോനയിലെ ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് വിശുദ്ധ സെബസ്ത്യാനോസ് ജനിച്ചത്. പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവരെ സഹായിക്കാനായി താൻ ക്രിസ്ത്യാനിയാണെന്ന് വെളിപ്പെടുത്താതെ അദ്ദേഹം റോമൻ സൈന്യത്തിൽ ചേർന്നു. അദ്ദേഹം ജയിലിൽ രഹസ്യമായി ചെന്ന ക്രിസ്ത്യാനികളെ ശക്തിപ്പെടുത്തുകയും വിശ്വാസത്യാഗം ചെയ്യാൻ ഒരുങ്ങിയിരുന്നവരെ ധൈര്യപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്തുമതം ഉപേക്ഷിച്ച ഒരാൾ സെബസ്ത്യാനോസ് ക്രിസ്ത്യാനിയാണെന്ന് ചക്രവർത്തിക്ക് ഒറ്റിക്കൊടുത്തു. ചക്രവർത്തി സെബസ്ത്യാനോസിനെ കഠിനമായി ശാസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഒരു മരത്തിൽ വരിഞ്ഞുകെട്ടി അമ്പെയ്തു. അദ്ദേഹം മരിച്ചെന്ന് കരുതി പട്ടാളക്കാർ സെബസ്ത്യാനോസിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. എന്നാൽ അദ്ദേഹം മരിച്ചില്ലെന്ന് മനസ്സിലാക്കിയ കാസ്റ്റലൂസ് എന്ന ഒരു രക്തസാക്ഷിയുടെ ഭാര്യയായ വിശുദ്ധ ഐറിൻ അദ്ദേഹത്തെ അവിടെ നിന്ന് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. സെബസ്ത്യാനോസ് അധികം താമസിയാതെ സുഖപ്പെട്ടു. സുഖം പ്രാപിച്ച സെബസ്ത്യാനോസ് വീണ്ടും ചക്രവർത്തിയുടെ മുമ്പിൽ പോയി തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞു. കോപാകുലനായ ചക്രവർത്തി അദ്ദേഹത്തെ ഗദ കൊണ്ട് അടിച്ചു കൊല്ലാൻ ആജ്ഞാപിച്ചു. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി. ആരാചാരന്മാർ അദ്ദേഹത്തിന്റെ ശരീരം ഒരു ഓടയിലെറിഞ്ഞു കളഞ്ഞു. എന്നാൽ ലൂസിയാന എന്ന ഒരു സ്ത്രീക്ക് വിശുദ്ധ സെബസ്ത്യാനോസ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശരീരം റോമിലെ ഭൂഗർഭാലയത്തിൽ രഹസ്യമായി സംസ്കരിക്കാൻ വെളിപ്പെടുത്തി. അവിടെ ഇന്ന് അദ്ദേഹത്തിന്റെ നാമത്തിൽ ഒരു ബസിലിക്ക ഉയർന്നു നിൽക്കുന്നു. ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാനായി നമുക്കും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥ്യം യാചിക്കാം.